നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ചേനയും പരിപ്പും വെച്ചിട്ട് രുചികരമായിട്ടുള്ളൊരു നാടൻ കറി ഉണ്ടാക്കി നോക്കിയാലോ. സാധാരണയായി വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നൊരു കറി തന്നെയാണ്, പക്ഷേ വളരെ രുചികരമാണ്. വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ സിമ്പിളായിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വന്നാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു അര ഗ്ലാസ് പരിപ്പ് എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും അതേ കുക്കറിലിട്ട് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുന്നു, അടച്ചു വയ്ക്കുന്നു. 3 വിസിൽ വരുന്നത് വേവിച്ചെടുക്കുന്നു. ചേന കഷ്ണങ്ങളാക്കി ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ചേനയാണിത്. ഈ അളവിൽ ചേന നുറുക്കി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാനായിട്ട് അരമുറി നാളികേരത്തേക്കാൾ കുറച്ച് കുറവ് നാളികേരം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അവിടെ അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ പരിപ്പിവിടെ നല്ല രീതിയിൽ വെന്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊന്ന് ഉടച്ച് ചേർക്കാം. നമുക്ക് കലക്കി കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണത്. ഞാൻ കുക്കറൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. വേറെ കുക്കറിലേക്ക് ഈ പരിപ്പെടുത്ത് ഒഴിക്കുന്നു. റെഡിയാക്കി വെച്ചിരിക്കുന്ന ചേന കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. 2 ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുന്നു. നമ്മൾ അരച്ചു വെച്ച മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് അരപ്പ്. വേവിക്ക് ആവശ്യമുള്ള വെള്ളം എത്രയാണ് അത് നമുക്ക് കറക്റ്റായി ഇതിലേക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. കാരണം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നീട്ടരുത്. കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് ഇത് അധികം വറ്റിപ്പോകാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് 2 വിസിൽ അടിച്ചിട്ട് തുറന്നു നോക്കാം. അപ്പോൾ അതിൻ്റെ സ്റ്റീമെല്ലാം പോയി 2 വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നു നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചേനയെല്ലാം നല്ല രീതിയിലൂടെ വെന്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമുക്കതൊന്ന് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ അത് ചേന ഇവിടെ നല്ല രീതിയിൽ വെന്ത് കിടക്കുകയാണ്. ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കാം. സ്വല്പം ഉപ്പ് കുറവുണ്ടായിരുന്നത് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായി വന്നാൽ ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം. ഇനി ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള ഒരു പരിപ്പ് ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ നാടൻ കറി തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം അറിയിക്കുക. വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണിത്. നാടൻ കറിയാണെങ്കിൽ പോലും അതിനൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ മറക്കാതെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തിപ്പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.